എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറാനും ഇസ്രയേലുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ഏറ്റവും കൂടുതൽ തിക്തഫലങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് GCC രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് UAEയും ഒമാനും. അപ്പോൾ ഈ യുദ്ധം തുടങ്ങുന്നതിന് മാസങ്ങൾ മുന്നേ തന്നെ ഇറാൻ ഒഫീഷ്യലി വാൺ ചെയ്തിരുന്നു. അതായത് ഇൻ കേസ് അമേരിക്ക ഞങ്ങളുടെ രാജ്യത്ത് കയറിയിട്ട് എന്തെങ്കിലും രീതിയിൽ ആക്രമണം നടത്തിയിട്ട് ഞങ്ങളുടെ രാജ്യത്തെ പൗരന്മാർക്ക് എന്തെങ്കിലും ജീവഹാനി നഷ്ടപ്പെടുകയോ ഞങ്ങളുടെ സ്വത്തിനോ പൗരന്മാർക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് GCC രാജ്യങ്ങളിൽ ഞങ്ങൾ കയറി അടിക്കുമെന്നത്. അതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇത്രയും ദൂരത്തുള്ള അമേരിക്കയിൽ കയറി അടിക്കാനുള്ള ശേഷി ഇറാനില്ല. അപ്പോൾ എന്താ ചെയ്യുക? അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഈ GCC രാജ്യങ്ങൾ കയറി അടിക്കുക, അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക. കൂടാതെ അത് മാത്രമല്ല, ഈ GCC രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് എയർബേസ് ഉണ്ട്. ആ എയർബേസിൽ കയറി ആക്രമണം നടത്തുക, ഇതായിരുന്നു ഇറാൻ്റെ പദ്ധതി. അപ്പോൾ അത് വ്യക്തമായി ഇറാൻ എന്താ പറയുക, ഈ യുദ്ധം തുടങ്ങി ഇത്ര ഏകദേശം ഒരാഴ്ച പിന്നിട്ടു. ഈ ഒരാഴ്ചക്ക് നിരന്തരം ഇങ്ങനെ UAE ആയാലും പല പല സ്ഥലത്ത് ഒമാനായാലും ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷക്സിയാൻ പറഞ്ഞത്, അതായത് ഞങ്ങൾ മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. ഇറാൻ ഞങ്ങളുടെ അയൽ രാജ്യങ്ങളായ ഈ രാജ്യങ്ങളൊക്കെ ആക്രമിച്ചാൽ മാപ്പ് ചോദിച്ചു, ഇനി ആക്രമിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെയും ഇറാൻ്റെ IRGC ആക്രമണം തുടർന്നു. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ IRGC എന്ന് പറയുന്നത് ഒരു മത ഫോഴ്സാണ്. അതായത് അവരുടെ ആത്മീയ നേതാവാണ് അയത്തുള്ള അലി ഖമേനി. ആ അലി ഖമേനിനെ അവർ ഇല്ലാതാക്കിയത്. അപ്പോൾ ഈ പ്രസിഡന്റിന് അവിടെ ഒരു വിലയില്ല. അതായത് അതുകൊണ്ടാണ് IRGC വീണ്ടും ഈ UAEയിലും ഒമാനിലൊക്കെ വീണ്ടും ഇന്ന് രാവിലെ ആക്രമണം നടത്തിയത്. അത് നിരവധി കാഷ്വാലിറ്റീസ് ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഒറിജിനൽ റിപ്പോർട്ട് എന്താണെന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ IRGC ഈ UAEയിലും ഒമാനിലും ആക്രമിച്ചതിന് ശേഷം വലിയൊരു ഡെവലപ്മെൻറ്റ് നടത്തുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം അമേരിക്കയുടേതാണ്. അതായത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അമേരിക്ക ഉറപ്പ് നൽകിയിരുന്നു ഈ GCC രാജ്യങ്ങൾക്കെല്ലാം, അതായത് ഞങ്ങളുടെ എയർ ഡിഫൻസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട, ഇറാനിൽ നിന്ന് വരുന്ന ഒരു മിസൈലോ ഒരു ഡ്രോണോ ഒന്നും തന്നെ നിങ്ങളുടെ രാജ്യത്ത് തന്നെ ഒരു നാശനഷ്ടം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ നടത്തിയ ആക്രമണത്തിൽ ബാലിസ്റ്റിക് മിസൈൽ അടക്കം UAEയിൽ വന്ന് പതിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമേരിക്ക പ്രൊവൈഡ് ചെയ്യുന്ന UAEക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എയർ ഡിഫൻസ് സിസ്റ്റം അമ്പേ പാളിപ്പോയി എന്നാണ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്നില്ല. അതായത് UAE ഉപയോഗിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം രണ്ട് ടൈപ്പാണ്. അതായത് ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം, അതായത് താടി എന്ന് പറയുന്നത്, അത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇൻ്റർസെപ്ഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ MIM-14 പാട്രിയോട്ട് PSC എന്ന് പറയുന്ന, അതായത് ബാലിസ്റ്റിക് മിസൈലും എയർക്രാഫ്റ്റിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ രണ്ട് സാധനങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും അമ്പേ പരാജയമാണെന്ന് രാവിലെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് UAEയുടെ പ്രതിരോധ വിദഗ്ധരും പ്രതിരോധ മന്ത്രിയൊക്കെ പെട്ടെന്ന് ഒരു ഉന്നതതല മീറ്റിംഗ് വിളിച്ചിട്ട് ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുകയെന്ന് വെച്ചാൽ, ഇന്ത്യ ഉപയോഗിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഉടൻ തന്നെ വേണം എന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് UAEയുടെ പ്രസിഡന്റ് അൽ നഹ്യാൻ ഇന്ത്യയിൽ വന്നിരുന്നു. ഏകദേശം 6 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് 2 മണിക്കൂർ നരേന്ദ്രമോദിയായിട്ട് സംസാരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാക്ട് നിലനിൽക്കെ പല പല കാര്യങ്ങളും എപ്പോൾ ചോദിച്ചാലോ, അതായത് നിർണായക ഘട്ടത്തിൽ, അത് അടിയന്തര ഘട്ടത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം എന്നുള്ള ഒരു കരാർ അതിനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എയർ ഡിഫൻസ് സിസ്റ്റം, നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഷെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം S-400 ആണ്. ആ S-400 ഇൻ്റഗ്രേറ്റഡ്, നമ്മുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ്, അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കണ്ടിരുന്നു, ഈ പാകിസ്ഥാൻ ഉപയോഗിച്ചത് അമേരിക്കയുടെയും ചൈനയുടെയും തുർക്കിയുടെയും എല്ലാ രാജ്യങ്ങളുടെയും വെപ്പൺസാണ് അവർ ഉപയോഗിച്ചത്. പക്ഷേ ഒരു ഡ്രോൺ പോലും നമ്മുടെ ലാൻഡിൽ വന്ന് ടച്ച് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, S-400 മാത്രമായതുകൊണ്ടല്ല, അതായത് നമ്മുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. ഇതേ S-400 ആണ് റഷ്യ ഉപയോഗിച്ചത്. പക്ഷേ ഉക്രൈൻ അത് അടിച്ചിട്ടില്ലേ, അതായത് അമേരിക്കയുടെ വെപ്പൺസ് ഉപയോഗിച്ചിട്ട് ആ S-400 ഉക്രൈൻ അടിച്ചിട്ടു. പക്ഷേ അതേ വെപ്പൺസ് ഉപയോഗിക്കുന്ന പാകിസ്ഥാനെ നമ്മുടെ S-400 അടിച്ചിടാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിലേക്കാണ് അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ സാധനം തന്നെയാണ് ഇപ്പോൾ UAE റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം നമുക്കും അത്യാവശ്യമാണ്. ഇനി അധികം അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന തരത്തിലാണ് UAE ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഭാവിയിൽ അവർ അമേരിക്ക കണ്ണും പൂട്ടി വിശ്വസിച്ചു. അതായത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വലിയ രീതിയിലുള്ള വാണിംഗ് ഉണ്ടായിരുന്നു. അതായത് ബുർജ് ഖലീഫ അടക്കമില്ലാതിനത് വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ടാവും, ഏത് നിമിഷവും അതൊക്കെ തകർക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ബുർജ് ഖലീഫ പോലുള്ള വൻകിട കെട്ടിടങ്ങൾ തകർക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതായത് നാളെ യുദ്ധത്തിൻ്റെ നേച്ചർ എങ്ങനെയാണ് മാറുന്നത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം GCC കൺട്രി ഒരു രാജ്യത്തും ഉണ്ടായില്ല. വല്ലപ്പോഴും അവിടെ ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്ന് വീഴുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത്ര ചെറിയ ചെറിയ കാഷ്വാലിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും യുദ്ധത്തിൻ്റെ മുഖം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് UAE പെട്ടെന്ന് ഉടൻ തന്നെ പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചതെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം അതേ രീതിയിൽ തന്നെ സെയിം പാറ്റേണിൽ തന്നെ UAEക്ക് വേണം. അവർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത് അമ്പേ പരാജയമാണ്. അതായത്
ഒരു ബാലിസ്റ്റിക് മിസൈൽ പോലും തടയാൻ പറ്റുന്ന രീതിയിലല്ല അതിൻ്റെ സംവിധാനങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഉടനടി യു എയുടെ പ്രതിരോധ മന്ത്രിയും യു എയുടെ പ്രസിഡന്റ് തന്നെ നേരിട്ട് നരേന്ദ്രമോദി വിളിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് ഒരു തീരുമാനം എടുത്തു. അത് എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല, അതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല. എന്ത് തന്നെയാലും ഇന്ത്യൻ ഒഫീഷ്യൽസ്, ഇന്ത്യൻ ഉന്നത സംഘം ഉടൻ തന്നെ യു എയിലേക്ക് പുറപ്പെടുന്നുണ്ട്. പ്രതിരോധ വിദഗ്ധർ അടങ്ങുന്ന ഒരു സംഘം അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അതായത് നേരത്തെ ഇതിനിപ്പം കരാറൊന്നും ഒപ്പിടേണ്ട ആവശ്യമില്ല. നേരത്തെ തന്നെ യു എ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നപ്പോൾ ഈ കരാർ ഒപ്പിട്ടതാണ്. അതെങ്ങനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യും, അതെങ്ങനെ, അത്തരം കാര്യങ്ങളായിരിക്കും ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം എത്രയും പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം എന്ന തരത്തിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ എന്തിനാലും ഈ ഒരു പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ അമേരിക്ക ശരിക്കും ഈ GCC രാജ്യങ്ങളൊക്കെ ശരിക്കും ആകെ പറ്റിച്ചിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും ഏകദേശം എല്ലാ രാജ്യങ്ങളിലും അമേരിക്ക എയർബേസ് ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം പക്കയാണ്, അടിപൊളിയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഇറാനെ പോലൊരു രാജ്യത്തിന് അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ സുരക്ഷിതരാണ് എന്നൊരു ബോധത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ രാജ്യത്ത് ഇപ്പം ബാലിസ്റ്റിക് മിസൈൽ, ഇപ്പം ദുബായിൽ പോലും ബാലിസ്റ്റിക് മിസൈൽ വന്ന് വീണു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സുരക്ഷയുമില്ലാത്ത എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ട് ഞങ്ങൾ ഇനി എന്തിനു മുന്നോട്ട് പോകണം, ഇനി എന്തിനു അമേരിക്ക വിശ്വസിക്കണം? അതായത് അമേരിക്കയായിട്ട് സഖ്യത്തിലേർപ്പെട്ട് നമുക്ക് ഡാമേജ് മാത്രമാണ് ഉണ്ടായത് എന്നുള്ളൊരു ബോധ്യമാണ് ഇവർക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ രാജ്യങ്ങൾ, GCC രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ വിശ്വാസത്തിലെടുക്കുന്നത് വെച്ചാൽ ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തന്നെ അവരുടെ അമേരിക്കയുടെ ഐക്കോണിക് വിമാനങ്ങളായ F-16 വരെ ഇന്ത്യ അടിച്ചിട്ടു. നാലോളം F-16 ഇന്ത്യ അടിച്ചിട്ടു. അത് ഒഫീഷ്യലി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഉന്നതർ ഈ ഓപ്പറേഷൻ സിന്ദൂർ ബ്രീഫ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അതിൻ്റെ തെളിവ് സഹിതം നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ അത് മാത്രമല്ല ചൈനയുടെ JF-17 അങ്ങനത്തെ JF-17 ഒക്കെ അടിച്ചിട്ടുള്ള വാർത്തകളും തെളിവ് സഹിതം നമുക്കന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂർ ബ്രീഫ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തന്നാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂരാണ് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആയത്. ലോകത്തിന് കാണിച്ചു കൊടുത്തു നമ്മുടെ പവർ എന്താണ്, നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ലോക്കലി പ്രൊഡ്യൂസ് ചെയ്ത് മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങളുടെ പവർ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതായത് ഇത് മാത്രമല്ല, നമ്മൾ പല രാജ്യങ്ങളുടെയും വെപ്പൺസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ അടിച്ചിടാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെയും ചൈനയുടെ വെപ്പൺസ് ശരിക്കും നമ്മൾ തുർക്കിയുടെ ഡ്രോണുകളായും ശരിക്കും നേരിട്ടത് നമ്മൾ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പവർ എന്താണ് ശരിക്കും മനസ്സിലാക്കി കാണിച്ചു കൊടുത്തു. കൂടാതെ അത് മാത്രമല്ല, ഈ ഇൻ്റഗ്രേറ്റർ എയർ ഡിഫൻസ് സിസ്റ്റം അതിപ്പോൾ ലോകത്തിൽ ഒരു രാജ്യത്തിനുമില്ല. അതിനകത്ത് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കറിയാം. കാലാകാലങ്ങളായിട്ട് നമ്മൾ ഒരുപാട് റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ചന്ദ്രയാൻ, അങ്ങനെയുള്ള കുറേ മിഷൻസ്, മൂൺ മിഷൻ, മാസ് മിഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ഡിഫൻസ് സെക്ടറിന് വേണ്ടിയിട്ടും കൂടിയാണ്. പല കാര്യങ്ങളും ഭൗമശാസ്ത്രപരമായ പല ഡീറ്റെയിൽസും കിട്ടാൻ വേണ്ടിയിട്ടും, അതായത് പല സ്ഥലത്തും അറ്റാക്ക് വരാനും ഓരോ സ്ഥലത്ത് അറ്റാക്ക് ക്യാരി ഔട്ട് ചെയ്യാനും അവിടുത്തെ ജിയോ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട പല വിവരങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ശേഖരിച്ചിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആണ് ശരിക്കും ഇത്തരത്തിൽ ഹൈലി സക്സസ്ഫുൾ ആക്കി മാറ്റിയത്. അത് തന്നെയാണ് UAE പോലുള്ള രാജ്യങ്ങളും ഒമാൻ പോലുള്ള രാജ്യങ്ങളും ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്.